ഇങ്ങനെ ചടച്ചെന്നപ്പോൾ നമ്മൾ ചങ്ങാതി പറഞ്ഞു, ഫൈൻ ബ്രോ നമുക്ക് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണ് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടല്ലോ ഓൻ്റെ വർത്തമാനം. ഇന്നലെ പറഞ്ഞ പോലെ അറ്റം പറഞ്ഞില്ലേ ദുബായിക്ക് പോയാലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തേക്ക് പോയി. അവിടെ ഒരുപാട് കാണാനുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടിപ്പോകും തന്നെ. ലോകത്തെ ഏറ്റവും വലിയ തേക്കുകളുള്ള നാടും കൂടിയാണ് നമ്മൾ നിലമ്പൂർ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്നത്തെ കാഴ്ചയിൽ ഒരുപാട് കാണാനുണ്ട്. വേറെ ലെവലിൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ. ഒരു പെരൻ്റെ ഉള്ളിൽ എങ്ങനെ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തു ഞാൻ ആലോചിച്ചു. പെരൻ്റെ ഉള്ളിൽ പോലെ മരം, ആ മരത്തിന് പണ്ടുണ്ടായിരുന്ന ആളുകൾ അവിടെ വരും. നമ്മളെ തേക്ക് മ്യൂസിയത്തിൽ തേക്കുണ്ട്, ആ തേക്ക് മുറിച്ച പോലെ പറയുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ചോര വന്നു. അങ്ങനെ ചോര വന്ന സമയത്ത് അവർ ഈ ഒരു തേക്കിനെ എന്താണ് അവരുടെ ദൈവമാക്കി മാറ്റിയിട്ട് അവർ പറഞ്ഞു ദൈവം ആക്കിയൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തേക്ക് മുറിച്ചതിൻ്റെ പാടുകളും തേക്കിൻ്റെ ഒരുപാട് കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു തേക്ക് മ്യൂസിയത്തിൽ നിന്നാണ് നമ്മുടെ എന്താ കൊണ്ട് പറയാ വെച്ചാൽ എവിടെ കൊണ്ട് പറയും തേക്ക് മ്യൂസിയത്തിൽ നിന്ന് നമ്മളെ ബെൻസിൻ്റെ കാറ്, അതേമാതിരി കാറിൻ്റെ ഉള്ളിലത്തെ ഫർണിച്ചർ, അതുപോലെ നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ, അതുപോലെ നമ്മുടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ എന്താണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലത്തില്ല തേക്കുകളിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബെൻസിൻ്റെ ഉള്ളിൽ സെറ്റിട്ടുണ്ടാവുക 3/4 ഭാഗം തേക്ക് കൊണ്ടുണ്ടാകുന്നത്. കാറുകളും പഴയ കാറുകളിലൊക്കെ തേക്ക് ഉപയോഗിച്ചാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. അതും നിലമ്പൂർ തേക്കുകൾ തന്നെയാണ്. തേക്കുകൾ മുറിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ വീട്ടിലെ ഫർണിച്ചർ അതും തേക്ക് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കുറേ ഒരുപാട് കാണാനുണ്ട് ഇവിടെ. ഈ ചങ്ങായി നമ്മളെ മുമ്പിൽ നിന്നാണ് എന്തൊക്കെ കാണിച്ചത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. തേക്കിൻ്റെ ഗുണമ തേക്കിന് എന്തെങ്കിലും ഗുണമ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് നമ്മളെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളൊരു സെപ്പറേറ്റ് ചങ്ങായിട്ട് ഇതാ തേക്കിൻ്റെ ഓരോ പീസുകളും അവിടെ എടുത്ത് വെച്ചതാണ്. അല്ലേ, എല്ലാ സാധനങ്ങളും പണ്ട് ഉപയോഗിച്ച സാധനങ്ങൾ കണ്ടിട്ടോ, അതും മരം കൊണ്ടും മാത്രം. അത് ഇതിലെ രാജാക്കന്മാർ നിലമ്പൂർ കോവിൽ എന്ന് പറയുന്ന കോവിലത്ത് രാജാക്കന്മാരുണ്ടായിരുന്നു. ഓര് ഉപയോഗിച്ചതാണ് എനിക്ക് ഡൗട്ട്. അത് ചിലപ്പോൾ എനിക്ക് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് മ്യൂസിയം അല്ലേ അവിടെ കൊണ്ടുവച്ചേക്കരം. നമ്മളെ നിലമ്പൂരിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ. പിന്നെ ചന്തക്കുന്ന് ബംഗ്ലാവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയല്ലേ നിലമ്പൂർ. ഇനിയിപ്പോൾ അടുത്ത വർഷം അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞേക്കണ്. അതൊക്കെ പോകണം, അതിൻ്റെ തിരക്കിലാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ നിലമ്പൂർ തേക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട്. കാണാൻ പറഞ്ഞാൽ ഉള്ളിൽ മാത്രമല്ല പഹയന്മാരെ, പുറത്തുണ്ട്. പുറത്താണ് മെയിൻ. നമുക്ക് പോകാനുള്ള വയ്യും റൂട്ട് മാപ്പ് വെച്ച മാതിരി അതിൻ്റെ ഉള്ളിലേക്കല്ല വയ്യൊക്കെ കാണിച്ചു തരും. അവിടെ ആ റൂട്ട് മാപ്പ് വരച്ചില്ലേ അതേമാതിരിയാണ് നമ്മൾ പോകേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയും പോകട്ടോ, പരന്നും പോവാം ഇരുന്നും പോവാം. നമ്മൾ പരക്കാനൊന്നുമില്ല, നമ്മൾ ആ സൈഡിൽ കൂടെ ഒന്ന് കറങ്ങിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇനി ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കൊന്നും വേണ്ട. കാണാൻ വരുന്നവർ പെരുന്നാളാണെങ്കിലും ഓണാണെങ്കിലും വിഷു ആണെങ്കിലും മറക്കണ്ട. നമ്മൾ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാത്തവരുണ്ടെങ്കിൽ അങ്ങോട്ട് പോരാ. ഈ പ്രാവശ്യം പഠിച്ചു പൊളിക്കാനും പറ്റിയൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് പറയുന്നത് മരമല്ല ചെടി കൊണ്ട് ഉണ്ടാക്കിയ നമ്മൾ ആന. അപ്പോൾ ആനയൊക്കെ കണ്ട് നമ്മളിങ്ങനെ സൈഡ് ചെടി എന്ന് പറഞ്ഞാൽ ചെടി തന്നെ ഇവിടെ അടിപൊളിയായിട്ട് ഫുള്ള് ചെടി കൊണ്ട് കവറിങ്ങാണ്. പിന്നെ ഒരു ഭാഗത്ത് ഫുള്ള് തേക്ക് കൊണ്ട് ഫുള്ള് കളി. അങ്ങനെ ഒരു കുളം, ആ കുളത്തിൽ മീനുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ കുറേ കല്ലൊക്കെ ഇട്ടോക്കി. കല്ലൊക്കെ പൊറുക്കി അങ്ങനെ ഇട്ടോക്കി. ക്ലും ഒച്ച മാത്രമല്ലാതെ അതിൽ മീനും കണ്ടില്ല, കുറേ സാധനത്തിനും കണ്ടില്ല. ഞാനങ്ങനെ തിരിഞ്ഞു നോക്കി. നമ്മൾ വന്നപ്പോൾ ഇഷ്ടംമാതിരി ആൾക്കാർ പല സ്ഥലത്തുനിന്നും നമ്മളെ തേക്ക് മ്യൂസിയം കാണാനായിട്ട് ഇറങ്ങിയേക്കണം. അപ്പോൾ നമ്മളൊരു ചങ്ങാതിനോട് വെച്ച് ബ്രോ നിങ്ങളവിടെ സ്ഥലം നമ്മൾ കോഴിക്കോട് എന്ന് പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തുള്ള ആളുകളും തേക്ക് മ്യൂസിയം കാണാനായിട്ട് ഇവിടെ വരാറുണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ വന്നത് തിങ്കളാഴ്ച ലീവാണ്, അപ്പം ചൊവ്വാഴ്ച വന്നു. അപ്പോൾ ഫ്രീ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച അവധി എന്നാണ് കേട്ടതേ ഉള്ളൂ. നമുക്കറിയില്ല. നമ്മൾ ചെന്നപ്പം അടച്ചെടുത്തു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് മീൻകുളവും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് മടങ്ങാമെന്ന് പ്ലാനിട്ട്. നമ്മളിപ്പോൾ നടക്കുന്ന ആൾക്കാർ പല സ്ഥലത്തും മുമ്പോഴൊക്കെ കയറിയുന്നതാണ്. ഓല് ചിലപ്പോൾ എനിക്ക് വേറെ നിലമ്പൂരല്ലാത്തവർ തന്നെ ഉണ്ട്. കോഴിക്കോട്ടുകാർ വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇപ്പോൾ 2 വട്ടം ഒരു ചങ്ങായിനോട് വെച്ച് ബ്രോൻ്റെ വീട് എവിടെയാണ്. അപ്പം പറഞ്ഞ ഡയലോഗ്, ഞാൻ കോഴിക്കോട് ഭാഗത്താണ്, വടകര ഭാഗത്താണ്. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത് വെച്ചാൽ
ഏതൊരു യൂട്യൂബിൽ നിന്ന് കണ്ടാണ്, അതും തേക്ക് മ്യൂസിയം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പ് വരുന്നത്. അപ്പോൾ ഈ ചാനൽ കാണുന്നവർ, വീഡിയോ കാണുന്നവർ, നിങ്ങളെ ചങ്ങായിമാർക്കും കൂടെ പഠിച്ചവർക്കും പണ്ട് നിങ്ങളെ കൂടെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുറേ പഹയന്മാരുണ്ടല്ലോ, ഓരൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളത്തെ തലമുറക്ക് ഒരാൾ യൂട്യൂബേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടിയാണ് എന്ന് കരുതിയിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യാൻ നിങ്ങൾ ആരും മടിക്കണ്ട. മറക്കാതെ ഈ ചാനൽ അങ്ങ് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. പ്രത്യേകിച്ച് കാടുകളിലെ സ്ഥലം കൂടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ തേക്കും കൂടിയ സ്ഥലമാണ് നിലമ്പൂർ.